ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നയന ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടൻ ഇപ്പോൾ എന്തായാലും ശനിദോഷമാണ്, അത് മാർച്ചിലേക്ക് തീരും. അതിൻ്റെ ദോഷങ്ങളൊക്കെ അകറ്റാനായിട്ട് ഈ മല ചവിട്ടുന്നത് നല്ലതാണ്. നമ്മൾ തമ്മിലിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ആദർശേട്ട. കല്യാണം കഴിഞ്ഞ് എല്ലാ അർത്ഥത്തിലും ഒന്നായില്ലെങ്കിൽ പോലും നമ്മളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതുപോലല്ലല്ലോ നവ്യേച്ചിയുടെ കാര്യം. അഭി ഒരു ദിവസത്തേക്ക് ചേച്ചിയെ നന്നായി സ്നേഹിച്ചു. അന്ന് വൈകിട്ടാണ് അമ്മ ആ പാലെടുത്ത് കുടിക്കുന്നതും ഐസിയുലാകുന്നതും. അത് ഒന്ന് ഓർത്ത് നോക്കിക്കേ ആദർശേട്ടൻ. ആ പാലിൽ ആരോ വിഷം കലക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അത് നവ്യേച്ചി കുടിക്കേണ്ടതല്ലായിരുന്നോ? നവ്യേച്ചി കുടിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞും പോയേനെ, നവ്യേച്ചി ഇപ്പോൾ ഐസിയുലായേനും. അപ്പോൾ അതിന് പുറകിൽ അഭിയോ അവളുടെ അമ്മയോ അല്ലെങ്കിൽ അനാമിയോ അവളുടെ അമ്മയോ ആയിരിക്കും. ആ ദിവസം കഴിഞ്ഞേ പിന്നെ അഭിക്ക് നവ്യേച്ചിയോട് ഒരു സ്നേഹവുമില്ല. അന്ന് ആ കുഞ്ഞ് പോകുമെന്ന് അഭിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒന്നുകിൽ അഭിയോ അവൻ്റെ അമ്മയോ അല്ലെങ്കിൽ അനാമിയോ അവളുടെ അമ്മയോ ഈ കാര്യത്തിൽ നമ്മൾ സംശയിച്ചേ പറ്റത്തുള്ളൂ. എന്നാലും മാല ഇട്ടുകൊണ്ടൊക്കെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ ആദർശേട്ടാന്ന് നയനെ ചോദിക്കുമ്പോൾ ആദർശ് പറയും, ആരും ചെയ്തില്ലെങ്കിലും അവൻ ചെയ്യും. അവന് ഭക്തിയൊന്നും ഉണ്ടായിട്ടല്ല ഇപ്പോൾ ഇട്ടത്. ഞങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ മാല ഇട്ടെന്നേ ഉള്ളെന്നും ആദർശ് പറയും. എന്നാൽ ഞാൻ മുത്തശ്ശനെ ഒന്ന് കണ്ടേച്ച് വരാമെന്ന് പറഞ്ഞ് നയനെ അങ്ങ് ഇറങ്ങിപ്പോവും. അപ്പോൾ ആദർശ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇറങ്ങിച്ചെന്ന് അഭിയെ കാണും. എന്നിട്ട് അഭിയോട് തിരക്കുന്നുണ്ട്, നീയാണോ ഇതൊക്കെ ചെയ്തത്, ഈ പാലിൽ വിഷം കലക്കിയത് നീയാണോ എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും അഭി പറയും, ഏട്ടനെ അവർ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഈ കാര്യം അവർ തന്നെയാണ് ചെയ്തത്, നയന തന്നെയാണ് ചെയ്തതെന്നുള്ള പരുവത്തിൽ അഭി പറയും. നയന ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്കത് ഉറപ്പുണ്ട്. നിനക്ക് നവ്യയോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം, അത് കഴിഞ്ഞ് ഇപ്പോൾ ആ സ്നേഹമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. ആ പാല് നവ്യയാണ് കുടിച്ചിരുന്നെങ്കിലോ? എനിക്കത് ഓർക്കാൻ പോലും വയ്യ ആദർശേട്ടാ, ഞങ്ങളുടെ കുഞ്ഞ് പോകില്ലായിരുന്നോ എന്നൊക്കെ അഭി അങ്ങ് തകർത്ത് അഭിനയിക്കുന്നുണ്ട്. നയനയാണ് അത് ചെയ്തെന്നുള്ളത് കാര്യത്തിലാണ് അഭി അങ്ങ് ഉറപ്പിച്ച് പറയും. പക്ഷേ ആദർശ് അത് സമ്മതിക്കുന്നില്ല. ആദർശ് പറയുന്നുണ്ട്, നയന സത്യമുള്ളവളാണ്, അതുകൊണ്ട് ഒരുപാട് കാലം അവളുടെ മേളിലേക്ക് എല്ലാ കുറ്റങ്ങളും വെക്കാമെന്ന് ആരും വിചാരിക്കേണ്ട, സത്യങ്ങൾ എന്നായാലും പുറത്ത് വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് പോകും. ജലജയും ജാനകിയും കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണല്ലോ. ആ സമയത്ത് ഒരു ബില്ല് കൊടുത്തിട്ട് നേഴ്സ് പറയും, ഈ മരുന്നുകളെല്ലാം മേടിച്ചുകൊണ്ട് വരണമെന്ന്. അപ്പോൾ ജാനകി എന്നാൽ ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ അഭി ജലജയെ വിളിക്കുന്നുണ്ട്. അമ്മേ, ഇവിടെ ആദർശേട്ടൻ എന്നെ പ്രതിയാക്കാനുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് പറയും. അമ്മയും ഞാനും ആയിരിക്കും പ്രതികളെന്നുള്ള പരുവത്തിലാണ് പറയുന്നത് എന്ന് പറയുമ്പോഴത്തേന് ജലജ പറയുന്നുണ്ട്, അവളുമാരെ വിളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയല്ലേ, അത് നമ്മൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കുകയല്ലോ എന്ന് പറയും. എന്നാലും നമ്മളുടെ നേരെയാണല്ലോ സംശയത്തിൻ്റെ മുനകൾ നീളുന്നതെന്ന് ചോദിക്കുമ്പോൾ ജലജ പറയും, നമുക്ക് അന്നേരം നോക്കാമെന്ന്. നമ്മുടെ മേളിലേക്കാണ് എല്ലാ കുറ്റങ്ങളും കൊണ്ടുവെക്കുന്നതെങ്കിൽ അമ്മ ഉള്ള കാര്യം തുറന്നു പറഞ്ഞേക്കണം, ആരാണത് ചെയ്തതെന്നൊക്കെ പറയണമെന്ന് പറയും. അന്നേരത്തേക്ക് നമുക്ക് നോക്കാം മോനെ എന്ന് പറഞ്ഞ് ജലജ ഫോൺ വെക്കുന്നുണ്ട്. നയന മുത്തശ്ശന് ഗുളികയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് ആ മുറി കിടക്കാമെന്ന് പറഞ്ഞ കാര്യം മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയും, ആദർശ് പറഞ്ഞതാ ശരി മോളെ, നിനക്ക് ഒരുപാട് ക്ഷീണമുണ്ട്, അപ്പോൾ അവനാണെങ്കിലും തണുപ്പ് കാലത്ത് അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നത് ശരിയല്ല, അവന് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകാറുണ്ട്. നേരത്തെ ഞങ്ങളായിരുന്നു ഇതുപോലെ സമയങ്ങളിലൊക്കെ കൂട്ടുകിടന്നിരുന്നത്, ഞാനോ ദേവയാനിയോ കിടക്കുമായിരുന്നെന്ന് മുത്തശ്ശിയും പറയും. എല്ലാ അമ്മമാരും മക്കളുടെ കല്യാണത്തിന് മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്ന പെൺകുട്ടി വളരെ നല്ലതായിരിക്കണമെന്നും കുടുംബത്തിന് ചേരുന്ന പെൺകുട്ടിയായിരിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ദേവയാനിയും പ്രാർത്ഥിച്ചു കാണും. ദേവയാനിക്ക് അതിനനുസരിച്ച് ഒരു മോളെ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ദേവയാനി ദൈവം തന്ന ആ ഒരു അനുഗ്രഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല മുത്തശ്ശ, ചെറിയ തോതിലെങ്കിലും ഒരു സ്നേഹം എനിക്ക് കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളെന്ന് പറഞ്ഞ് നയനെ അങ്ങ് പോകും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവയാനി എന്നാണോ നയനമോളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് അന്നോ അവൾക്ക് സമാധാനം ഉണ്ടാകുകയുള്ളെന്ന്. നയന ആദർശിൻ്റെ മുറിയിലേക്ക് കയറി പോകുന്നത് അഭി മറഞ്ഞു നിന്ന് കാണുന്നുണ്ട്. ഇവരെന്താ ഈ മുറിയിലോട്ട് കയറി പോകുന്നെന്ന് അവൻ ഓർക്കും. അന്നേരം നയന ചെന്നിട്ട് റൂമിൻ്റെ വാതിലങ്ങ് അടയ്ക്കും. അപ്പോൾ അഭി ഓർക്കുന്നുണ്ട്, ആഹാ ഇയാൾ കൊള്ളാമല്ലോ, ആശുപത്രിയിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാതെ ഇങ്ങോട്ട് വന്നത് ഭാര്യയുടെ കൂടെ ഒരു മുറിയിൽ കഴിയാനായിരുന്നല്ലേ, ഇത് ചൂടോടെ അമ്മയെ അറിയിക്കണം എന്ന് പറഞ്ഞ് അഭി അങ്ങ് പോകും. അന്നേരം ആദർശ് നയനോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ സമ്മതിച്ചോന്ന്. മുത്തശ്ശൻ പറഞ്ഞു ഇവിടെ കിടന്നോളാൻ, മുത്തശ്ശിയും പറഞ്ഞായിരുന്നു എന്ന് നയന പറയും. ഈ മുറി കിടക്കുന്നെന്ന് വിചാരിച്ച് ഞാൻ തറയിലേ കിടക്കത്തുള്ളെന്ന്
നയന പറയുന്നുണ്ട്, അതെന്താ തറയിൽ കിടക്കണമെന്ന് നിർബന്ധമാണെന്ന് ചോദിക്കും. അത് എനിക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞ് നയന കട്ടിലിനടിയിൽ നിന്ന് ബെഡ് എടുത്ത് വിരിച്ച് കിടക്കാൻ തുടങ്ങുകയാണ്. നീ ഗുളികയൊക്കെ കഴിച്ചായിരുന്നോ എന്നൊക്കെ ആദർശ് തിരക്കുന്നുണ്ട്. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സംസാരിച്ചിരിക്കാമെന്ന് പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ആദർശേട്ടൻ എന്താ ഉറക്കം വരുന്നില്ലെന്ന് ചോദിക്കും. അല്ല, നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചാന്ന് ആദർശ് പറയും. അതല്ല, എന്നെ കണ്ടാൽ മതി അന്നേരം ഉറങ്ങുമെന്നാണല്ലോ പറഞ്ഞെന്ന് പറയും. നീ എന്താ ഉറങ്ങാത്ത? എന്തോ എനിക്ക് ഈയിടെയായിട്ട് അങ്ങനെ ഉറക്കമില്ലെന്ന് പറയും. ഡോക്ടർ പറഞ്ഞതല്ലേ നന്നായിട്ട് ഉറങ്ങണമെന്ന് എന്നൊക്കെ പറഞ്ഞ് ആദർശ് നയനയോട് സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മളുടെ കല്യാണത്തിന് തൊട്ടു മുമ്പാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മലയ്ക്ക് പോയത്. അന്ന് മുത്തശ്ശനും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ കുടുംബത്തിന് ചേരുന്ന ഒരു മരുമകൾ വരണമേ എന്നായിരുന്നു. എന്നിട്ട് ഇപ്പം ആ അഭിപ്രായം മാറിയായിരുന്നല്ലോ എന്ന് നയന ചോദിക്കും. അത് ശരിയാണ്, കല്യാണം കഴിഞ്ഞ നാടുകളിലൊക്കെ ഞാൻ ഓർത്തിരുന്നു ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലായിരുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് കുടുംബത്തിന് ചേരുന്ന മരുമകളെ തന്നെയാണ് എനിക്ക് തന്നതെന്ന് ആദർശ് പറയും. അത് കേൾക്കുമ്പോൾ നയനയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. ജാനകി ഫാർമസി പോയിട്ട് വരുമ്പം തന്നെ ജലജ പറയുന്നുണ്ട്, നീ അറിഞ്ഞോ ആദർശ് നയനയുടെ പക്ഷം ചേർന്നുകൊണ്ട് അഭിയെ ക്വസ്റ്റ്യൻ ചെയ്ത്. ഞാനും അഭിയുമാണോ ഏട്ടത്തിക്ക് വിഷം കൊടുത്തതെന്നാണ് അവനിപ്പം ചോദിക്കുന്നത്. ഞാനും അവനും അല്ലെങ്കിൽ നിൻ്റെ മരുമോള് ഇവരിൽ ആരെങ്കിലും പ്രതിയാക്കാനാണ് അവളുമാർ ശ്രമിക്കുന്നത്. എന്തായാലും അവളുമാരുടെ കാര്യം ഒന്നും നടക്കില്ല. ഏട്ടത്തി അങ്ങോട്ട് വന്നോട്ടെ, നമുക്കെല്ലാം ശരിയാക്കാമെന്ന് ജാനകിയും പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അഭി ജലജയെ വീണ്ടും വിളിക്കുന്നുണ്ട്. എന്താ മോനെന്ന് ചോദിക്കുമ്പോൾ അഭി പറയും, ആദർശ് ഇങ്ങോട്ട് പോകുന്നത് വേറൊന്നിനുമല്ല, ഭാര്യയായിട്ട് ഒരു മുറി കഴിയാൻ വേണ്ടിയാണ്. വ്രതമൊക്കെ തെറ്റിക്കുന്ന പോലെ കണ്ടില്ല, ഇപ്പോൾ ഒരു മുറിയിലാണ് കഴിയുന്നെന്നൊക്കെ പറയും. ആണോ? എന്നാൽ ഇത് ഏട്ടത്തി അറിയിക്കണമെന്ന് പറയും. അമ്മായിയെ എങ്ങനെയും അറിയിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങ് ഫോൺ വെക്കും. അന്നേരം ജലജ പറയുന്നുണ്ട് ജാനകിയോട്, സ്വന്തം അമ്മ ഐസിയു കിടക്കുകയാണെന്നുള്ള വിചാരം പോലും ആദർശിനില്ലെന്ന് ജലജ പറയും. അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് ജാനകി ചോദിക്കുന്നുണ്ട്. അവനെ അവളുമായിട്ട് ഇപ്പോൾ ഒരു മുറിയിലാണ് കഴിയുന്നെന്നാണ് കേട്ടെന്ന്. അതെന്ത് പണിയാണ് അവൾ കാണിച്ചത്? അവൻ വിളിച്ചാലും അവൾ പോയി ആ മുറി കിടക്കാവോ? നോയമ്പിലല്ലേ 2 മുറി കിടക്കണമെന്നല്ലേ ഏട്ടത്തി പറഞ്ഞിരുന്നതെന്ന് പറയും. ജലജയുടെയും ജാനകിയുടെയും സംസാരത്തിൽ നിന്ന് അവരുടെ മക്കൾ 2 പേരും 2 മുറിയിലും ഒക്കെയാണ് കിടക്കുന്നതെന്ന് തോന്നും. അഭിയും ഒരു മുറിയിലാണ് കിടക്കുന്നത്, അനാമികയും ഒരു മുറിയിലായിരുന്നു കിടന്നത്. പക്ഷേ എല്ലാവർക്കും നയനയും ആദർശും 2 മുറി കിടക്കണമെന്ന് നിർബന്ധമാണ്. എൻ്റെ മരുമോളെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് അവൾ അവനുമായിട്ട് സുഖിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന അല്ലേ, അത് ഞാൻ എന്തായാലും സമ്മതിച്ചു കൊടുക്കില്ല എന്ന് പറയും. എന്നാൽ നമുക്കിത് ഏട്ടത്തിയോട് പറഞ്ഞു കൊടുക്കാമെന്ന് ജലജ പറയും. ഐസിയു കയറി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് ജാനകി പറയുന്നുണ്ട്. മുറി കിട്ടുകയാണെങ്കിൽ മുറിയിലേക്ക് മാറ്റുമെന്നല്ലേ പറഞ്ഞത്, അപ്പം നമുക്ക് മുറി വെച്ച് പറയാമെന്ന് പറയും. എന്തായാലും ഇവരുടെ ആഗ്രഹം പോലെ ദേവയാനിയെ മുറിയിലേക്ക് മാറ്റും. അപ്പം മുറിയിൽ വന്നു കഴിയുമ്പോഴത്തേന് ദേവയാനി പറയുന്നുണ്ട്, എനിക്കിങ്ങനെ കിടന്നങ്ങ് മടുത്ത് ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് ഒട്ടും താല്പര്യമില്ല, വീട്ടിൽ പോയാൽ മതിയെന്ന്. അപ്പം ജലജ പറയുന്നുണ്ട്, ഇതിലും ഭേദം ഇവിടെ തന്നെ കിടക്കുന്നതാണ്, വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വേണ്ടാത്ത കാഴ്ചകളൊക്കെ കാണണ്ടേന്ന്. അതെന്താ നീ അങ്ങനെ പറഞ്ഞ്? അവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. അപ്പം ജലജ പറയുന്നുണ്ട്, നോയമ്പാണേലും ഇപ്പം ആദർശും നയനയും ഒരു മുറിയിലാണ് കിടക്കുന്നത് അഭി പറഞ്ഞെന്ന്. അഭി പറഞ്ഞതാണെങ്കിൽ അത് കള്ളത്തരമായിരിക്കും, അവൻ അങ്ങനെ സത്യമൊന്നും പറയാറില്ലല്ലോ എന്ന്. അങ്ങനല്ല ഏട്ടത്തി, അവൻ മാലയിട്ടേ പിന്നെ സത്യങ്ങളേ പറയാറുള്ളൂ. നോൺ വെജ് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന അവൻ ഇപ്പം വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ. അങ്ങനെ നല്ല മനസ്സായിപ്പോൾ അവൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും എനിക്കത്ര വിശ്വാസം പോരാ. ജാനകിയോട് ചോദിക്കുന്നുണ്ട്, ഇതിൽ സത്യം വല്ലതും ഉണ്ടോയെന്ന്. ജലജ പറഞ്ഞ് ഞാൻ അറിഞ്ഞ്, എന്നാലും ഇത് സത്യം തന്നെയാണ്, ഏട്ടത്തിയോട് എങ്ങനെയാണ് പറയാതിരിക്കുന്നു ചോദിക്കും. എന്നാലും എനിക്ക് വിശ്വാസം വന്നിട്ടില്ല, നീ ആ ഫോൺ എടുത്തിട്ട് ആദർശിനെ ഒന്ന് വിളിച്ചു തരാൻ പറയും. ആദർശൻ നയനെ ഉറങ്ങാതിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ദേവയാനി അങ്ങോട്ട് വിളിക്കുന്നത്. അപ്പം ആദർശ് ഫോൺ എടുത്തിട്ട്, അയ്യോ അമ്മയാണല്ലോ വിളിക്കുന്നത് പറയും. അതെന്താ അമ്മ ഈ സമയത്ത് വിളിക്കുന്നതെന്ന് പറയുമ്പോഴത്തേന് നയന പറയും, എന്തായാലും അമ്മയെ വിളിക്കുന്നതല്ലേ, എടുക്കെന്ന് പറയും. അപ്പോൾ ദേവയാനി ഫോൺ എടുത്ത ഉടനെ ചോദിക്കുന്നുണ്ട്, നീ എവിടെയാന്ന്? ഞാൻ വീട്ടിലാണ്, ഞാൻ കിടക്കുക എന്ന് പറയും.
എന്നിട്ട് ആ റൂമിൽ നീ തന്നെ ഉള്ളൂ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പം ആദർശ് ഒന്ന് ഞെട്ടുന്നുണ്ട്. അത് എന്നൊക്കെ പറഞ്ഞ് ആദർശ് കുറച്ച് നേരം മിണ്ടാതിരിക്കും. അതെന്താ തന്നെ ഉള്ളെങ്കിൽ തന്നെ ഉള്ളെന്ന് പറയാൻ ഇത്ര താമസം എന്താണെന്ന് ചോദിക്കും. അത് അമ്മേ എന്ന് പറയുന്നുണ്ടെങ്കിൽ നീ ഇപ്പം മാല ഇട്ടിട്ടുണ്ട്, അത് കാരണം കള്ളത്തരം പറയരുത് എന്ന് പറയുമ്പോഴത്തേന് ആദർശ് പറയും, അമ്മേ നയനിക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൂടാതെ എനിക്ക് ഈ തണുപ്പൊക്കെ ആകുമ്പോഴത്തേന് ശ്വാസം മുട്ടലൊക്കെ ഉള്ളതല്ലേ. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു ആ നയനയോട് ഈ മുറി കിടന്നോളാൻ, അവൾ നിലത്ത് പാവിരിച്ചാണ് കിടക്കുന്നതെന്നും പറയും. അതെന്തിനാ അവൾ ആ മുറി കിടന്നത്, ഞാൻ പറഞ്ഞില്ലായിരുന്നു 41 ദിവസം രണ്ടുപേരും 2 മുറി കിടന്നാൽ മതിയെന്ന്, നീ ഇങ്ങനെ അനുസരണക്കേട് കാണിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറഞ്ഞിട്ട് പറയും ഫോൺ അവളുടെ കൈ കൊടുക്കാൻ പറയും. അപ്പോൾ ആദർശ് ഇങ്ങനെ നയനിക്കിട്ട് നോക്കിയിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.